എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ഈ പ്രാവശ്യം കൂറ്റനാട് വെസ്റ്റ് ഇല്ല കാരണം പള്ളിക്കത്തെ ഡേറ്റും ദേശോത്സവത്തിൻ്റെ ഡേറ്റും വേറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ നിങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടും. ഇപ്രാവശ്യം ആരാ അങ്ങനെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂറ്റനാട് ദേശോത്സവം ഇല്ല എന്ന രീതിയിലും മറ്റുള്ള രീതിയിലും. ഞങ്ങളതിനെ സംബന്ധമായിട്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കൂറ്റനാട് ദേശോത്സവം ഇക്കൊല്ലവും അതിഗംഭീരമായിട്ട് തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ്. അതായത് 9, 10, 11 തീയതികളിൽ നമ്മുടെ കൂറ്റനാട് ദേശോത്സവം. ഈ ന്യൂസ് കൊടുത്ത വ്യക്തിനായിട്ട് ഞങ്ങൾ സംസാരിച്ചായിരുന്നു ഇതിനെ കുറിച്ചിട്ട്, അല്ലേ ഖജാൻജെ സംസാരിച്ചിരുന്നു, സെക്രട്ടറി. അപ്പോൾ അവൻ പറഞ്ഞ വേറൊരു അറിയാത്ത രീതിയിൽ ന്യൂസ് കൊടുത്താണ് അങ്ങനെ. പിന്നെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ കൂറ്റനാട് നേർച്ച എന്ന് പറഞ്ഞ ആത്മീയത രീതിയിലാണ് കൂറ്റനാട് നേർച്ച നടക്കുന്നത്. ഒരു 5-6 കൊല്ലമായിട്ട് കൂറ്റനാട് ദേശോത്സവം എന്ന പേരിലാണ് സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാറ്. അതേ ദിവസം തന്നെ നടക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അമ്പ് പെരുന്നാളും പൂരങ്ങളും ഒരുമിച്ച് വന്ന കാരണം ഞങ്ങൾക്ക് 7-ാം തീയതി നടത്താൻ കഴിഞ്ഞില്ല. ദേശോത്സവം അന്നത്തെ ഡേറ്റിൽ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഡേറ്റ് എല്ലാ ഉപകമ്മിറ്റികളുടെയും അഭിപ്രായം തേടിയപ്പോൾ ഇങ്ങനെ 11-ാം തീയതി 9, 10, 11-ാം തീയതി നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയും അന്നത്തെ ദിവസം കൂറ്റനാട് ദേശോത്സവം അതിഗംഭീരമായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടും അതിഗംഭീരമായിട്ടാണ് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ടുള്ള തെറ്റായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൂറ്റനാട് ഇപ്രാവശ്യം ഫെസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ വളരെയധികം ജനങ്ങൾ തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഇത് കമ്മിറ്റി ഭാരവാഹികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരോ ഒന്നും ഇതറിഞ്ഞിട്ടില്ല. ഏതോ ഒരു ഓൺലൈൻ മാധ്യമം പടച്ചു വിട്ടിട്ടുള്ള ഒരു വാർത്ത, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. കൂറ്റനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം അതിവിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇവിടുത്തെ ഉപകമ്മിറ്റികളായാലും കേന്ദ്ര കമ്മിറ്റി ആണെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫെബ്രുവരി 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കൂറ്റനാട് ബാങ്ക് ഹാളിൽ വെച്ചിട്ട് ഇതിനൊരു സംഘാടക സമിതി രൂപീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാലക്കാട് DFO, അതുപോലെ ഷൊർണൂർ DSP, 2 നമ്മുടെ തൃത്താല ചാലിശ്ശേരി സ്റ്റേഷൻ SHOമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പ്രസിഡന്റുമാർ, അതുപോലെ എക്സൈസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ് എന്നുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 5-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് ബാങ്ക് ഹാളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഘാടക സമിതി രൂപീകരണം നടക്കുന്നത്. അതിൽ എല്ലാ കമ്മിറ്റികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം പരിപാടി നടത്തുന്നത്. അത് ഇപ്രാവശ്യം നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ